മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ ചാലക്കുടിയിൽ 1.5 വയസ്സുകാരിയുടെ വിരലിൽ ഇടലിത്തട്ട് കുടുങ്ങി. ചാലക്കുടി കുറ്റിച്ചിറ സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയുടെ വിരലിലാണ് ഇടലിത്തട്ട് കുടുങ്ങിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് സംഭവിച്ചത്. അനീഷ്, ഞാൻ കരുതുന്നത് ആ ഇടലിയുടെ മേളിൽ പിടിക്കുന്ന ഭാഗത്താണ് കുഞ്ഞിന്റെ കൈ കുടുങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി അതെല്ലാം മാറ്റിയോ? രേണുക, ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കുറ്റിച്ചിറ സ്വദേശികളുടെ മകൾ 1.5 വയസ്സുള്ള മകളുടെ കൈയാണ് ഇത്തരത്തിൽ ഇഡ്ലിത്തട്ടിന്റെ ആ കൊളുത്തിൽ പിടിക്കുന്ന ഭാഗത്ത് ഉള്ള ആ ഹോളിൽ കൈ കുടുങ്ങിയത്, വിരൽ കുടുങ്ങിയത്. പിന്നീട് വീട്ടുകാർ ആദ്യഘട്ടത്തിൽ കൈ എടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നെ കുട്ടിയെയും കൊണ്ട് നേരെ ഇന്നലെ വൈകിട്ട് 8 മണിയോടെ ചാലക്കുടി ഫയർ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആ ഇഡ്ലിത്തട്ടിന്റെ കൊളുത്ത് മുറിച്ചു മാറ്റി കൈ പുറത്തേക്ക് എടുക്കാനായത്. ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ ചെറിയ ഒരു കട്ടർ ഉപയോഗിച്ച് മാത്രമേ അത് മുറിക്കാൻ കഴിയൂ. വലിയ കട്ടർ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ കുട്ടിയുടെ വിരലിന് പരിക്കേൽക്കാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ കട്ടർ ഉപയോഗിച്ചാണ് മുറിച്ചു മാറ്റിയത്. ആ ഇഡ്ലിത്തട്ടിന്റെ കൊളുത്ത് ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ സീനിയർ ഫയർ ഓഫീസറായിട്ടുള്ള വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിരൽ അതിനുള്ളിൽ കുടുങ്ങിയതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ വീട്ടിൽ തന്നെ വീട്ടുകാർ അത് വിരലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരഭാഗങ്ങളോ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ഊരിയെടുക്കാൻ ശ്രമിക്കരുത്. ഉടൻ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുക എന്നാണ് ഫയർഫോഴ്സിന്റെ ഒരു നിർദ്ദേശം ഈ വിഷയത്തിൽ ഉള്ളത്. കാരണം വീട്ടുകാർ അത്തരത്തിലൊരു ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ കുട്ടിയുടെ ശരീരത്തിന് പരിക്കേൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊണ്ടുവരാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ അടുത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് എത്തിക്കണം. അതല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിച്ചാൽ ഫയർഫോഴ്സ് വീട്ടിലേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഫയർഫോഴ്സിന് നൽകാനുള്ളത്. നമുക്കറിയാം, നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ പല സ്ഥലങ്ങളിലും കൈയും ശരീരഭാഗങ്ങളും തലയും ഉൾപ്പെടെ കുടുങ്ങി ഫയർഫോഴ്സ് രക്ഷകരായിട്ടുള്ളത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ചാലക്കുടിയിൽ നടന്ന ഈ സംഭവം. എന്തായാലും കുട്ടിക്ക് മറ്റ് പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. രേണുക, അത് തന്നെയാണ് അനീഷ്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. കുട്ടിയുടെ കൈ എന്തായാലും സുരക്ഷിതമായ രീതിയിൽ തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. ചാലക്കുടിയിലാണ്, തൃശൂർ ചാലക്കുടിയിലാണ് 1.5 വയസ്സുകാരിയുടെ വിരൽ ഇടലിൽ തട്ടിൽ കുടുങ്ങിയത്. ചാലക്കുടി കുറ്റിച്ചിറ സ്വദേശികളുടെ ദമ്പതികളുടെ കുട്ടിയാണ് ഇടലിത്തട്ടിൽ വിരൽ കുടുങ്ങിയത്. എന്തായാലും സുരക്ഷിതമായി തന്നെ കുഞ്ഞിന്റെ കൈവിരലുകൾ പുറത്തെടുത്തു. കളിക്കുന്നതിനിടയിൽ ഇടലിത്തട്ടിൽ കുടുങ്ങിയതാവാം കുഞ്ഞിന്റെ വിരലുകൾ. എന്തായാലും ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഇടലിത്തട്ടിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ദൃശ്യങ്ങളിലും കാണുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് അനീഷ് ആന്റണിയാണ്.